ലക്ഷ്മി ഹിയർ. അപ്പോൾ ഇന്ന് ചിങ്ങമാസം ആരംഭമാണ്. കർക്കിടക മാസമൊക്കെ കഴിഞ്ഞു, നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം കഴിഞ്ഞിട്ട്. കർക്കിടകം പൊതുവേ പഞ്ഞമാസം എന്നാണ് പറയാറ്. അപ്പോൾ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞു. ഇനി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു നല്ല മാസമായിട്ട് നമുക്ക് ചിങ്ങമാസം ആരംഭത്തെ കുറിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ ചിങ്ങമാസമായിട്ട് ആരംഭമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറ്? പൊതുവേ രാവിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഹിന്ദുക്കളുടെ ഒരു കാര്യമാണ് കേട്ടോ. എല്ലാ മതസ്ഥർക്കും അവരുടേതായിട്ടുള്ള ആചാര രീതികളും വിശ്വാസങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ എൻ്റെ ചിങ്ങാരംഭം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയും പറഞ്ഞു തരികയും ചെയ്യാം. എൻ്റെ ഭഗവാനാണ്. അപ്പോൾ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷവും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ രാവിലെ ഐശ്വര്യത്തോടെ അത് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനം. അപ്പോൾ നല്ലൊരു മാസത്തിൻ്റെ തുടക്കമാണ്. നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തികളും അതുപോലെ തന്നെ എല്ലാം നല്ലതായി വരട്ടെ. നമുക്ക് ചെറിയ ചെറിയ ദേഷ്യങ്ങളും പിണക്കങ്ങളും ഒക്കെ ആരോടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറക്കാനും പൊറുക്കാനും ഒക്കെ പറ്റുന്നതാണെങ്കിൽ അതെല്ലാം മറക്കുക. നമ്മൾ ഓരോന്ന് കാണുന്നില്ലേ, ജീവിതം വളരെ 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 ചെറുതാണ്. ഉള്ള സമയം നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ നമുക്ക് സമാധാനം എന്ന് പറയുമ്പോൾ നമുക്ക് ആരും കൊണ്ട് തരുന്നതല്ല, അത് നമ്മൾ തന്നെ കണ്ടെത്തണം. നമുക്ക് എത്ര ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ ഉണ്ടാവട്ടെ, എന്നാലും നമ്മളെ കുടുംബത്തെ നമ്മളോടൊപ്പം നമ്മൾ ചേർത്ത് നിർത്താൻ ശ്രമിക്കണം. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുമ്പോൾ അവരും നിങ്ങളിലേക്ക് തന്നെ വരും. നമ്മളെ മക്കളാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും എല്ലാം നമ്മളാണല്ലേ. നമ്മൾ പൊതുവേ സ്ത്രീകൾ ഭാര്യമാർക്ക് ഒരുപാട് ചുമതലകളുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരല്പം സ്നേഹം കൂടുതൽ, അവരെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ കാണിച്ചാൽ ഒന്ന് ക്ഷമിച്ചു കൊടുത്തേക്കുക. അതുപോലെ അവരോട് ആൺമക്കളോട്, പ്രത്യേകിച്ച് പെൺമക്കൾക്ക് നമ്മൾ പൊതുവെ അമ്മമാർ ഒരുപാട് സ്നേഹം കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ ആൺമക്കളെ നമ്മൾ അടുത്തോട്ട് ചേർത്ത് പിടിക്കാൻ പൊതുവേ മടിക്കും. ഞങ്ങൾ അമ്മമാർ പൊതുവേ ആൺമക്കളോടും പെൺമക്കളോടും ഒരുപോലെ തന്നെ പൊതുവേ ഒരു സ്നേഹ കൂടുതലൊക്കെ എപ്പോഴും കാണിക്കാറുണ്ട്. പക്ഷെ അച്ഛന്മാർക്ക് വരുന്നൊരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ അവർ യഥാർത്ഥത്തിൽ പാവമാണ് കേട്ടോ. കാരണം അച്ഛന്മാർക്ക് ഒരു ആൺമക്കളാണെങ്കിലും ഒരു പകുതി വളർന്നു കഴിയുമ്പോൾ അവരോട് എന്തോ ഒരു അടുത്ത് ചേർത്ത് പിടിക്കാനും അതുപോലെ ഒന്ന് അടയത്തിരുത്തി തലോടാനും ഒക്കെ ഒരു മടി. അത് സ്നേഹക്കുറവ് കൊണ്ടല്ല ഒരിക്കലും, അതൊരു അങ്ങനെ എനിക്കും അത് മനസ്സിലാവാറില്ല. അവർക്കൊരു സ്നേഹമുണ്ട്, പക്ഷെ ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. പെൺമക്കളെ ആണെങ്കിലും ശരി തന്നെയാണ്. അവർക്ക് ഒരു പരിധി കഴിയുമ്പോൾ, ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നും അല്ല, എന്നാലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ആൺമക്കൾക്കും നമ്മൾ തന്നെയാണ് സ്നേഹം കൊടുക്കേണ്ടത്. അവർക്ക് അവരുടെ ജീവിതം കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. കാരണം ജോലി തിരക്ക്, കുടുംബം കൊണ്ടുപോവുക, ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ അവർക്ക് കിട്ടുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുന്നത്. നിങ്ങൾ ചേർത്ത് പിടിക്കുക. അവർക്കൊരു നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞ സ്നേഹത്തോട് പറഞ്ഞാൽ അവർ കേൾക്കും. മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ട് കുറച്ച് സമയം ഫാമിലി ആയിട്ട് എല്ലാവരും സ്പെൻഡ് ചെയ്യുക. ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, നമ്മുടെ ബന്ധുക്കളെ കുറിച്ച് പറയുക. അതൊക്കെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പുതുവർഷമായിട്ട് നിങ്ങളും എല്ലാ പുതിയ പുതിയ മാറ്റങ്ങൾ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക. ചിങ്ങമാസം പിറക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യത്തിൻ്റെ മാസമാണ്. അപ്പം ഐശ്വര്യത്തോടു കൂടി തന്നെ എല്ലാ ചിന്തകളും പോസിറ്റീവായിട്ട് എടുക്കുക. പിന്നെ ഒരു റിക്വസ്റ്റോട് കൂടി ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെറുതായിക്കോട്ടെ അത് ചെയ്യുക. നിങ്ങളോടൊരു കാര്യം ഒരാൾ ആവശ്യപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അതെന്തും ആയിക്കോട്ടെ ചെയ്തു കൊടുക്കുക. ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറ്റും, പക്ഷെ നമ്മൾ മടി കാരണമോ അല്ലെങ്കിൽ അവൻ എന്നെക്കാളും ഇനി ഇതായി പോകുമോ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെക്കും. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ ലൈഫിൽ ഓരോന്ന് കാണുന്നതെല്ലാം ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഓരോ അടയാളങ്ങളാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ ഇന്ന് എന്തൊക്കെ കുക്ക് ചെയ്തെന്ന് കാണിക്കണ്ടേ, അതും കാണിച്ചു തരാം കേട്ടോ. നല്ല ചമ്പാവരിയുടെ ചോറുണ്ട്. ഈ ചോറ് അധികം വേവിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഞാൻ ഒരു പാകം വരെ വേവിക്കാറുള്ളൂ. പിന്നെ ചേന തോരനുണ്ട് കേട്ടോ. ചേനയും ഉള്ളിയും, ചെറിയ ഉള്ളിയും ചേനയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഉണ്ടാക്കിയ തോരനാണിത്. കുറച്ചേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുമ്പം പൊതുവേ ഈ ഒരു കഴക്കൂട്ടം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ തീയലാണ്, വറുത്തരച്ച് വെച്ച തീയലാണ്. പൊതുവെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ വറുത്തരച്ച് വെക്കാറില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാനതൊന്നും നോക്കിയില്ല. എനിക്ക് തീയൽ വെക്കണമെന്ന് തോന്നി തീയൽ വെച്ചു. അപ്പോൾ തീയൽ കണ്ടോ, നല്ല കറുത്ത നിറത്തിലുള്ള തീയലാണ്. കാരണം തേങ്ങയൊക്കെ ഞാൻ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഉള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും മാത്രമേ ഞാൻ ഈ തീയലിന് ഉപയോഗിച്ചിട്ടുള്ളൂ വെജിറ്റബിൾസ് ആയിട്ട്. നല്ലവണ്ണം തേങ്ങ അതിൻ്റെ കൂടെയുള്ള മസാലകളൊക്കെ നല്ല വറുത്തരച്ചുണ്ടാക്കിയ നല്ല ഉള്ളി തീയലാണ്.
പിന്നെന്താ, പിന്നെ ഞാൻ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സലാഡ് അതുപോലെ തന്നെ കുറച്ച് നല്ല നമ്മുടെ സലാഡ് വെള്ളരിയും ഉള്ളി, ചെറിയ ഉള്ളിയും കരിവേപ്പിലയാണ് ഇട്ടേക്കുന്നത്, ചെറിയൊരു മുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് 1-ാം തീയതിയായിട്ട് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ആഹാരം. പപ്പടം ഉണ്ട്, പപ്പടം ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. അപ്പോൾ 1-ാം തീയതി ആയത് കാരണം ഞാനിന്ന് യൂണിഫോമൊന്നും അല്ല ഇട്ടേക്കുന്നത്. ഞാനിന്നൊരു കളർ ഡ്രസ്സാണ്, നല്ലൊരു സാരിയൊക്കെ കൊടുക്കാമെന്ന് കരുതി. എന്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വേഷം. അപ്പോൾ എല്ലാ പേർക്കും ഒരുപാട് നന്ദി. പിന്നെ എന്താണ്, ഇന്ന് ബ്യൂട്ടി ടിപ്സ് ഇല്ലയെന്ന് കരുതിയിട്ട് ആരും പരിഭവവും വിഷമവും ഒന്നും വേണ്ട. ബ്യൂട്ടി ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.